ഇപ്പോൾ പാർലമെന്റിന് മുമ്പിൽ ചന്ദ്രശേഖർ ആസാദ് MP പ്രതിഷേധിക്കുകയാണ്. CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രതിഷേധം. അവിടെ ഒരു ചെറിയ സമരപ്പന്തലുണ്ടാക്കി അദ്ദേഹം സത്യഗ്രഹം ഇരിക്കുകയാണ്. ചന്ദ്രശേഖർ ആസാദ്. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഷീദ്, എന്താണ് ചന്ദ്രശേഖറിന്റെ ഡിമാൻഡ്? നിലവിൽ ഈ പരീക്ഷാ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ചന്ദ്രശേഖർ ആസാദ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ സമരപന്തലിൽ എത്തുകയും പോലീസിന്റെ നരനായാട്ടെ നേരിട്ട് കാണുകയും ചെയ്തിട്ടുള്ളത്. ഇതിനുശേഷമാണ് ഇന്ന് ഈ സഭയിൽ ഇത്തരത്തിൽ വലിയ തോതിൽ പ്രതിപക്ഷം ഈ വിഷയം ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ചന്ദ്രശേഖർ ആസാദ് ഈ പാർലമെന്റിന് അകത്ത് വളപ്പിൽ തന്നെ ഒരു പ്രത്യേക ഇരിപ്പിടമുണ്ടാക്കിക്കൊണ്ട് അവിടെ സമരം തുടങ്ങിയിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെ താൻ ഇവിടെ സമരം തുടരുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ CJPയുടെ പ്രതിഷേധത്തിനൊക്കെ പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹം സജീവമായി ജന്തർ മന്ദിറിൽ ഉണ്ടാവുകയും കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളടക്കം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡൽഹിയിൽ കണ്ടിട്ടുള്ള ഈ ഒരു സമാനതകളില്ലാത്ത സമര പോരാട്ടം അത് ഇപ്പോൾ പാർലമെന്റിലേക്കും വ്യാപിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും തുടക്കമാണ് ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ചന്ദ്രശേഖർ ആസാദ് നിരാഹാര സമരത്തിലേക്ക് അടക്കം കടക്കാനുള്ള സൂചനകളിലേക്കാണ് കടക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും നിലവിൽ ചന്ദ്രശേഖർ ആസാദ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും നിലവിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം രാജ്യമെമ്പാടും അലയടിക്കുകയാണ്. ജന്തർ മന്ദിറിൽ ഇപ്പോഴും പോലീസും ഈ പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ജന്തർ മന്ദിറിന്റെ വിവിധ മേഖലകളിലേക്ക് എത്തുന്നുണ്ട്. അതേസമയം തന്നെയാണ് ഈ വിഷയം പാർലമെന്റ് വളപ്പിലേക്ക് കൂടി വ്യാപിക്കുന്നത്. എന്തായാലും കൂടുതൽ പാർലമെന്റ് വളപ്പിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുമ്പിലാണ് ചന്ദ്രശേഖർ ആസാദ് തന്റെ സത്യഗ്രഹം തുടങ്ങിയിരിക്കുന്നത്. CJPയുടെ പ്രൊട്ടസ്റ്റ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധം.